ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സെനുദ്ദീൻ. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 240 കടന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 1592 പേരെ ഇതിനകം രക്ഷപ്പെടുത്താൻ സാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. 191 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കരസേനയും നാവികസേനയും ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും ഫയർഫോഴ്സും പോലീസും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നത്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഡോഗ് സ്ക്വാഡിനെയും നിയോഗിച്ചു. വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരമാവധി ആളുകളെ സുരക്ഷിതരാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ലഭ്യമാക്കിയിട്ടുണ്ട്. ജില്ലയിലാകെ നിലവിൽ 82 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 8017 പേരാണ് ഉള്ളതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അഗ്നിശമന സേന, NDRF, തീരസംരക്ഷണ സേന ഉൾപ്പെടെ നിലവിൽ 1167 പേരടങ്ങുന്ന സംഘത്തെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ചികിത്സയും പരിചരണവും നൽകാൻ ആവശ്യമായ മെഡിക്കൽ ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രി നാളെ വയനാട് സന്ദർശിക്കും. വയനാട്ടിൽ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. വയനാട്ടിൽ കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഈ മാസം 23, 24, 25 തീയതികളിലാണ് മുന്നറിയിപ്പ് നൽകിയതെന്നും എന്നാൽ സർക്കാർ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചില്ലെന്നും അമിത്ഷാ രാജ്യസഭയിൽ പറഞ്ഞു. നേരത്തെ 9 ദുരന്ത പ്രതികരണ സേനാ സംഘങ്ങളെ കേരളത്തിൽ അയച്ചിരുന്നുവെന്നും സർക്കാർ ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം കുറയ്ക്കാമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ദുരന്തം നേരിടാൻ കേരളത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ 23 മുതൽ 28 വരെ ഒരു മുന്നറിയിപ്പും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ തിരുവനന്തപുരം കളക്ടറേറ്റിൽ കളക്ഷൻ സെന്റർ തുറന്നു. സാധനങ്ങൾ ഇതിനകം വാങ്ങിയവർക്ക് കളക്ഷൻ സെന്ററിൽ രാവിലെ 10 മുതൽ രാത്രി 10 വരെ എത്തിക്കാവുന്നതാണ്. പഴയ വസ്തുക്കൾ സ്വീകരിക്കില്ല. ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നതനുസരിച്ച് മാത്രമേ സാധനങ്ങൾ എത്തിക്കേണ്ടതുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് കൺട്രോൾ റൂം നമ്പറായ 1077 വിളിക്കേണ്ടതാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട 48 പേരുടെ മൃതദേഹങ്ങൾ നിലമ്പൂരിൽ ചാലിയാറിൽ നിന്നും ലഭിച്ചു. 16 ശരീരങ്ങളാണ് ഇന്ന് നടത്തിയ തിരച്ചിലിൽ ലഭിച്ചത്. ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ച് എല്ലാ മൃതശരീരങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോയി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. എറണാകുളം മുതൽ മലപ്പുറം വരെ 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നിലവിലുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല. കോഴിക്കോട് വടകര താലൂക്ക് വിലങ്ങാട് വീണ്ടും ഉരുൾപൊട്ടി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രദേശത്ത് ഇന്നലെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരാളെ കാണാതായിരുന്നു. വയനാട് ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലും മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലും ഉള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അപകട മേഖലയിൽ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്നും കളക്ടർ അറിയിച്ചു. കോഴിക്കോട് കക്കയം ഡാമിലെ ജലനിരപ്പ് 2486.8 അടിയായി ഉയർന്നതിനാൽ 2 ഷട്ടറുകൾ വീണ്ടും ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്നാണ് മുന്നറിയിപ്പ്. 16ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലെ മികച്ച ലോങ് ഡോക്യുമെന്ററിയായി ആനന്ദ് പടൂർ തന്റെ വസുധൈവ കുടുംബകം തിരഞ്ഞെടുക്കപ്പെട്ടു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുരസ്കാര തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തതായി പടൂർധൻ അറിയിച്ചു. രാജ്യത്തെ ജാതി വ്യവസ്ഥയ്ക്കെതിരായ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുന്ന ഈ ചിത്രത്തിനാണ് ഓസ്കാർ നോമിനേഷൻ. പാരീസ് ഒളിമ്പിക്സിന്റെ 5ാം ദിനമായ ഇന്നും ഇന്ത്യയുടെ കായിക താരങ്ങൾ മികവാർന്ന പ്രകടനത്തിലൂടെ മുന്നേറുകയാണ്. ബോക്സിംഗ്, അമ്പെയ്ത്ത്, ഷട്ടിൽ, ഷൂട്ടിംഗ് എന്നീ ഇനങ്ങളിലായാണ് ഇന്ത്യയുടെ മത്സരം. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻ ഇനത്തിൽ 7ാം സ്ഥാനത്തോടെ സ്വപ്നിൽ കുശാലെ ഫൈനലിലേക്ക് യോഗ്യത നേടി. വനിതകളുടെ ബോക്സിംഗ് 75 കിലോഗ്രാം വിഭാഗത്തിൽ ലവ്ലീന നോർവേയുടെ താരത്തെ ഏകപക്ഷീയമായി പരാജയപ്പെടുത്തി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45.